കാരനെന്നും CPM ഒക്കെ പറഞ്ഞ് വിട്ട് അടുപ്പിക്കും. പാവം പിടിച്ച ആർഎസ്എസ് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാര് കടി കൊള്ളും. പാവം പിടിച്ച CPM കൊല്ലപ്പെടും. എന്നിട്ടോ ഒരു നയങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ എനിക്ക് പറയാൻ വന്നത് തൊഴിൽ സമയത്തിന്റെ വിഷയമാണ്. ഇനി അങ്ങോട്ട് തുറന്നങ്ങോട്ട് പറഞ്ഞാലോ, നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിയമങ്ങളുണ്ട്, 29 തൊഴിൽ നിയമങ്ങള്. അതിൽ പ്രധാനപ്പെട്ട നിയമമാണ് എന്ത്? സ്ഥിരം സ്വഭാവമുള്ള തൊഴിലുകളിൽ സ്ഥിരം ജോലിക്കാരെ വെക്കണം. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഏറ്റവും കോറായുള്ള മേഖലയിൽ സ്ഥിരമായി നിർബന്ധമായി തൊഴിലാളികൾ ഉണ്ടായിരിക്കണം. ഇത്തരം നിയമങ്ങളെല്ലാം ലേബർ കോഡിൽ എടുത്തു കളഞ്ഞു. ഇനി മുതൽ സ്ഥിരം നിയമനമില്ല. പിന്നെയോ നിശ്ചിതകാല നിയമനം, 1 വർഷത്തേക്ക്, അല്ലെങ്കിൽ 2 വർഷത്തേക്ക്, അല്ലെങ്കിൽ അഗ്നിവീർ പോലെ 4 വർഷത്തേക്ക്. അല്ലെ, അഗ്നിവീർ 4 വർഷത്തേക്കാണ്, 4 വർഷത്തേക്ക്. അല്ലെങ്കിലോ KSRTC പോലെ താൽക്കാലികം, ടെമ്പററി. ഇത് വരിക എന്ന് വെച്ചാൽ എന്താ? എന്തിനാ ഈ സ്ഥിരം നിയമനം? നമ്മളൊക്കെ ഒരു ജോലിക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചതൊക്കെ ഒരു സ്ഥിരം തൊഴിൽ കിട്ടി, ഒരു സ്ഥിരം വരുമാനം കിട്ടി, മാന്യമായി ജീവിക്കണം, ഒരു പെൻഷൻ കിട്ടും. നമ്മൾ പെൻഷനായി കഴിയുമ്പോൾ അല്ലെ നമുക്ക് DA കിട്ടും. ഇതൊന്നും കൊടുക്കണ്ട. പിന്നോ ഒരു ദിവസം KSRTC കൊടുക്കുന്നത് പോലെ 700 രൂപ കൊടുക്കും, എന്നിട്ട് പിരിഞ്ഞു പൊക്കോളാൻ പറയും. ഇങ്ങനെ സ്ഥിരമല്ലാത്ത തൊഴിലാളികളെ നിയമിക്കുവാൻ ലേബർ കോഡ് ശുപാർശ ചെയ്യുന്നു. എന്തു പറയാനുണ്ട് RSSന്? എന്തു പറയാനുണ്ട് BJPക്ക്? ഇതിന് മറുപടി പറയാൻ RSSകാരനും BJPയും തയ്യാറാകണം. തൊഴിൽ കോഡുകൾ നടപ്പിലാക്കിക്കൊണ്ട് മുഴുവൻ സ്ഥിര നിയമനങ്ങളും ഇല്ലാതാക്കുകയാണ്. ഇങ്ങനെ ലേബർ കോഡ് ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ ജനവിരുദ്ധമായ, തൊഴിലാളി വിരുദ്ധമായ നയങ്ങളാണ് മുഴുവൻ. എന്നിട്ടോ മറുപുറമൊന്ന് പരിശോധിച്ചോ, $5000 മില്യൺ കഴിഞ്ഞ 5 കൊല്ലത്തേക്ക് അമേരിക്കയുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? പരിശോധിച്ചതൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതിനകത്ത്? ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 18% നികുതി. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളതിൽ 0 നികുതി. അമേരിക്ക ഒരു നികുതിയും കൊടുക്കണ്ട. പിന്നെന്താ? ആവശ്യം പോലെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തോളാൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അടുത്തതും വന്നിട്ടുണ്ട്, എപ്സ്റ്റീൻ ഫയല്. ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്താ ഒന്നും ഇവിടെ പറയണ്ടെന്ന് വിചാരിച്ചതാ. എന്താ പറഞ്ഞേക്കുന്നത്? എനിക്കറിയാം, ഞാൻ വിചാരിച്ചാൽ നരേന്ദ്രമോദി ഇനി പാലിക്കത്തില്ലെന്ന്. ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ